ചേട്ടാ കണ്ണുകുത്തി വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു ജന്മം? ഗെയിം മൊത്തം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഞാൻ ഇതിന്റെ ഫുൾ ലെവൽ 10-20 പ്രാവശ്യം കളിച്ചു തീർത്തലാണ്. പിന്നെ ഞാൻ എന്തിനാ കളിക്കുന്നത്? അടിപൊളി. നൊസ്റ്റാൾജിയൊക്കെ അടുത്ത് തുടങ്ങി. ഞാൻ പുതിയൊരു പ്ലേ സ്റ്റേഷൻ ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ട്, മേടിക്കണം. അതിനൊക്കെ ഒരുപാട് കാശാവും. കാശൊക്കെ എൻ്റെ അടുത്തുണ്ട്. എവിടുന്ന്? ഞാൻ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടി ഇതിനൊക്കെ നിനക്ക് കാശുണ്ടല്ലേ? എടാ കഴിഞ്ഞ മാസം ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്തൊരു ദാരിദ്ര്യം വരുന്നു? ആ ദാരിദ്ര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ. പിന്നെ എന്താ അത്യാവശ്യം? പ്ലേ സ്റ്റേഷൻ കളിച്ചില്ലെങ്കിൽ ഇപ്പം ഈ വീടൊക്കെ കൂട്ടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നീ എന്ത് ചിരിക്കുന്നു? എടാ നിന്നോടാ പറയുന്നത്. ദൈവം ഇതൊക്കെ ആരോട് പറയാനായിട്ട്? അതെ നിന്നേക്ക് ഇവിടെ ജീവിതകാലം മൊത്തം പോറ്റിക്കോളാം ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലടാ. എടാ സാമ ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. പിന്നോ ഗെയിമിൽ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം മനുഷ്യൻ. രണ്ടുപേരും പൊളിച്ചല്ല ശരിക്കും? ആ സത്യമായിട്ടും പ്രൊഫഷണൽ ആക്ടേഴ്സിനെ പോലെ ഉണ്ട് പെർഫോമൻസ്. അവി വേണ്ടാട്ടോ, ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഒന്നും കൊടുക്കണ്ട. ഇനി അങ്ങോട്ട് ഫുൾ ഓവർ ആക്ടിങ് ആയിരിക്കും. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിങ്ങളെന്നാ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോളൂ കേട്ടോ. ഇനിയുള്ള സീൻസ് ഔട്ട്ഡോർ ആണ്. ഓക്കെ ശരി. എടോ ദിവ്യ, എടോ ഈ ചായ ഒക്കെ കൊടുക്കാനായിട്ട് ആക്ച്വലി ഇവിടെ സെറ്റിൽ ആൾക്കാരുണ്ട്. താനിതെങ്ങാനും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അടുത്ത ബ്രേക്ക് ആവുന്ന സമയത്ത് താൻ കൊടുക്കേണ്ടത് എല്ലാവർക്കും ചായ. അതിനിപ്പോ എന്താ, ഇത് നമ്മുടെ സെറ്റ് അല്ലേ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാ. അടിപൊളി. എന്നൊരു പണി താൻ എന്നെ അസിസ്റ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. ഫ്രീ ആണെങ്കിൽ മതി കേട്ടോ. ഞാൻ ഫ്രീ ആണ്. ഇനി ബാക്കി കുറച്ച് ഇൻസേർട്ട് ഷോട്ട്സ് മാത്രമേ ഉള്ളൂ. അത് അവന്മാരുടെ അടുത്തോളൂ. ഓക്കെ. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് നേരിട്ട് കാണുന്നത്. അതെ, ഈ സിനിമയിൽ നമ്മൾ രാത്രിയായിട്ട് കാണുന്നൊക്കെ ശരിക്കും രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നതെന്നാ ഞാൻ വിചാരിച്ചേ. അടിപൊളി. ആരാണ് അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഞാൻ പോവല്ലേ, ഞാൻ ശരിക്കും സീരിയസ് ആണ് കേട്ടോ. എനിക്ക് നിന്റെ അസിസ്റ്റന്റ് ആവണം. അതിനെന്താണ്, നമുക്ക് നോക്കാലോ. പ്രത്യേകിച്ച് ഈ വർക്കിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ലേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും ഒരു ബിരിയാണി മേടിച്ചെന്നാ മതി. അത് ഞാൻ ഏറ്റു. അത് നമ്മുടെ ഐറ്റം ആണല്ലേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ എന്താണ് 10th എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ പോയി കളഞ്ഞത്? ഞാൻ ആക്ച്വലി കുറെ തവണ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അത് പിന്നെ നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അപ്പൊ പിന്നെ എന്റെ മാമന്മാരൊക്കെ കൂടെ എന്നെ അമ്മേനെയും കൂടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ തറവാടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആരും വിളിക്കാനും സംസാരിക്കാനും തോന്നിയില്ല. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചേ? വെറുതെ. നീ സെന്റ് സേവിയർസിലല്ലേ പഠിച്ചത്? അതെ. ഇതെങ്ങനെ അറിയാം? നിന്റെ ക്ലാസ്മേറ്റ് ഒരു നിതിൻ മാത്യു ഉണ്ടായിരുന്നു. അവൻ ആക്ച്വലി എന്റെ നൈബറാണ്. ഓ, അപ്പൊ അവൻ നിന്റെ സ്പൈ ആയിരുന്നല്ലേ? പക്ഷെ അവൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ലായിരുന്നു. അവൻ കൊമേഴ്സ് ആയിരുന്നല്ലോ. പിന്നെ അവന്റെ സ്പൈ ഒന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ അവനെ ഇടയ്ക്ക് പുറത്തൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചുമ്മാ സമയത്ത് നിന്റെ കാര്യം പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്തിനെ? ചുമ്മാ കാര്യം പറയടാ. കാര്യമായിട്ട് അത് നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നിന്റെ എക്സാം ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ വേറെന്തെങ്കിലും ഒക്കെ. വേറെ എന്തെങ്കിലും നിന്റെ കാര്യമൊക്കെ ഓക്കെ ആണോ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നറിയാം. സത്യം പറയടാ. സത്യമായിട്ടും? എന്ത് ചിരിച്ചത്? ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ലടാ. ശരി. എന്നാ നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം.
വിമാനത്തിൽ വീണു. അത് വേറെ ആരുമല്ല, ഞാനാ തള്ളിയിട്ടെ. ചേച്ചി എന്തിനാ മോൻ കട്ടിൽ തള്ളിയിട്ട്? ഇപ്പൊ എത്ര മണിയായെന്നാ നിന്റെ വിചാരം? സൂര്യന് ഉദിച്ച ശേഷമേ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന അത്ര നല്ല ശീലമല്ല. പോയി കുളി. ചേച്ചി, എന്റെ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. നിനക്ക് എന്നെ അത്ര മനസ്സിലായിട്ടില്ല. കുളിച്ചില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ നിനക്ക് ഈ വീട്ടിൽ നിന്ന് തരത്തില്ല. എന്നോട് ഇങ്ങനെ അലറണ്ട, എനിക്ക് ചെവിയാക്കാം. എന്താ സംഭവം? അവൻ കുളിച്ചില്ലെങ്കിൽ അവനെ ഞാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കൊടുക്കരുത് ചേച്ചി, പച്ചവെള്ളം കൊടുക്കരുത്. പോയി കുളിയടാ. നീ കുളിച്ചോ? ഞാനൊക്കെ രാവിലെ കുളിച്ചു. അവിനാശ? അവൻ രാവിലെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി. എന്റെ ദൈവം, ഒരു ദിവസം ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബേബി ചേച്ചി, ചേച്ചി എന്താടാ? ചേച്ചി, പുറത്ത് നല്ല മഴയും കുളിരൊക്കെ അല്ലേ, കുളിച്ചില്ലേ കുഴപ്പമുണ്ടോ? മര്യാദക്ക് നീ പോയി കുളിച്ചോ, അല്ലെങ്കിൽ കാന്താരി മുളക് അരച്ചിന്റെ മുഖത്ത് ഞാൻ തേക്കും. വേഗം പൊക്കോ, ഇല്ലേ ചേച്ചി പറഞ്ഞ പോലെ ചെയ്യും. ഇത് വെറും ബേബിയല്ല, റൗഡി ബേബിയാണ്. എന്തുവാടാ അവൻ പറഞ്ഞേ? അത് എണ്ണ അയച്ചു കുടിച്ചിട്ട് തരാം. ഈ സീനെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് പോവും, പിന്നെ അത് മാത്രം വൈകുന്നേരത്തേക്ക് വെക്കേണ്ടി വരും. ഓക്കെ ശരി. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാ? എടാ നമുക്ക് താഴത്തെ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം. അതെ, അത് വേണ്ട. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും വട്ടാണല്ലേ. വേഗം കൈ കഴുകിയിട്ട് വന്നിരുന്ന നല്ല ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, കൈ കഴുകിയില്ലേ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, കൈ കഴുകിയിട്ട് വാ. എടാ കഴിക്ക്. ഇതൊന്നും ആക്ച്വലി നിങ്ങൾ ബോധനാവേണ്ട കാര്യങ്ങളല്ല കേട്ടോ. നീ ഒരു പണി ചെയ്യ്, ഇതിന്റെ ബില്ലൊക്കെ ഇങ്ങെടുത്താ, ഞാൻ വിനോദേട്ടനെ കൊണ്ട് റിട്ടേൺ ചെയ്യിക്കാം. അതെ, ഇതിന് ബില്ലൊന്നുമില്ല, ഇത് വീട്ടിലുണ്ടാക്കിയതാ. പിന്നെ സത്യം. ആര്? താനുണ്ടാക്കിയതാ? പിന്നെ അല്ലാണ്ട് തനിക്കൊന്നും ഒരു വിശ്വാസം വരാത്ത പോലെ. അല്ല അങ്ങനെയൊന്നുമല്ല, ഇത് ആക്ച്വലി നന്നായിട്ടുണ്ട്. ശരിക്കും? അതേടാ. ഇവള് നല്ലൊരു കുക്കാ മോനെ. ഞാൻ കുറെ കാലം കിച്ചണിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇവളാ എല്ലാം കുക്ക് ചെയ്തോണ്ടിരുന്നേ. ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ഒരു വീട് റെന്റിന് എടുത്തിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളുടെയും കുക്കിംഗ് ഒക്കെ കണക്കാണ്. പിന്നെ ഒരുത്തൻ കുക്ക് ചെയ്യും, അതവര് തോന്നണം. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ചേച്ചിയെ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തോ ഭാഗ്യത്തിന് ഹോംലി ഫുഡ് കഴിക്കാൻ. അതെ, ഓവർ ഓവർ. എടാ കാര്യമായിട്ട് ഇത് ആക്ച്വലി വീട്ടിലുണ്ടാക്കിയ പോലെ ഉണ്ട്. അതെ, ഞാൻ വിശ്വസിച്ചു. കുറച്ചും കൂടെ എടുക്കട്ടെ? അയ്യോ അയ്യോ വേണ്ട. അതെന്താ? അല്ല വേറൊന്നല്ല, ഇതെന്റെ കപ്പാസിറ്റി, ഞാൻ ഇത്ര കഴിക്കുള്ളൂ. നീ കഴിക്കും, നീ കഴിക്കും. നീ പല്ല് തേച്ചാ? അയ്യോ എല്ലാം ചെയ്താണ് ചേച്ചി, കഴിക്കട്ടെ. ഭയങ്കര വിഷമം. എങ്ങനെയുണ്ട്? സൂപ്പർ. ചേച്ചി താങ്ക് യു. പോട്ടെ. നീ എങ്ങോട്ട് പോന്ന്? ഒരു നോവല് വായിച്ചു തീർക്കാറുണ്ട്, പിന്നെ പറ്റിയ കുറച്ച് ഉറങ്ങണം. അപ്പൊ നീ രാത്രി ഉറങ്ങിയതാ? അത് കുഴപ്പമില്ല, രാത്രി എന്തായാലും ഉറങ്ങാനുള്ളതല്ലേ. അപ്പൊ സാധാരണ നിനക്ക് ഈ വീട്ടിൽ എന്താ പണി? അയ്യോ സാധാരണ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇവർക്ക് കഴിക്കാൻ വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാനല്ലേ ഉള്ളൂ. ജോസഫേട്ടൻ്റെ അടുത്ത് പോയി എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കണം. ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടിയാൽ സിനിമ കാണണം. അപ്പൊ നിന്റെ സിനിമയാ? എന്റെ സിനിമയൊന്നും ആയിട്ടില്ല. ഒരു നടനോട് കഥ പറഞ്ഞപ്പോ അയാൾ പുതുമുഖ നടനെ വെച്ച് ചെയ്യിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തിരക്കഥ ഒന്ന് പൊളിക്കണം. എന്നിട്ട് പൊളിച്ചാ? ഇല്ല. എന്ത്? അതിന് നിനക്ക് വില്ലേജ് ഓഫീസർ ഒപ്പ് വേണം നിനക്ക് പൊളിക്കാൻ? അയ്യോ അതല്ല ചേച്ചി, ഒരു മൂഡ് വന്നില്ല. അപ്പൊ ഉള്ള കാലം മുഴുവൻ നീ കണ്ടവന്റെ ചെലവിൽ ജീവിക്കാനാണോ പരിപാടി? അല്ല അല്ല. എടാ ചെക്ക, ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി നീ രക്ഷപ്പെടാൻ നോക്ക്. നോക്കാം. നോക്കിയാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലേ പണ്ടത്തെ പോലെ ബംഗാളികളുടെ കൂടെ പോയി ജീവിക്കേണ്ടി വരും. കംപ്ലീറ്റ് പറഞ്ഞു. Cut. Nice one. Superb. Nice.
എടാ എല്ലാ ഷോട്ട് എടുത്തു കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പൊ പാക്കപ്പ്. അവിനാഷിനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയോ? അയ്യോ ഒരിക്കലുമില്ല. ആക്ച്വലി നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ദിവസം മുമ്പേ ഷൂട്ട് ചെയ്തിരുന്നു. അയ്യോ അതിപ്പോ കുഴപ്പമായ? ഇല്ല, അത് നല്ലതാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിന്റെ അത്രയും വരില്ല ഇപ്പൊ. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ അവിനാഷിന് ഭയങ്കര ക്ഷമയാന്ന്. ഞങ്ങൾ ഒത്തിരി തെറ്റിച്ചല്ലേ? ഏയ് ക്ഷമ ആക്ച്വലി ഈ ജോബിന്റെ ഒരു പാർട്ടാണല്ലോ. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നല്ലൊരു ഔട്ട്പുട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമ്മളെ ചുമ്മാ കുറെ പൈസ മാത്രം മുടക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു അനിയനുണ്ട്. മോന് കല്യാണം വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എന്തായാലും ഇല്ല. എന്റെ കരിയറൊക്കെ ഒന്ന് സെറ്റായിട്ട്. നല്ലതാ മോനെ. എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിക്കണത്? ഒരു 10-23 വയസ്സാകുമ്പോഴേക്കും നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും ഒന്നും ആയില്ലേ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ലൈഫ് എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ഇനി ഒരു കല്യാണം കഴിക്കാമെന്ന്. ജീവിതത്തിലെ സന്തോഷം മാത്രം പോരല്ലോ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞോളൂ. അല്ല അവിനാഷേ, അപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം ഇന്നത്തെ ഡിന്നർ നമ്മുടെ കൂടെ ആക്കിക്കൂടെ? അയ്യോ ഇന്ന് പറ്റില്ല. എന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റൂല? അയ്യോ അതല്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വേറെ ദിവസത്തേക്ക് എന്തായാലും മാറ്റാം. ഇന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചെറിയൊരു പരിപാടി കമ്മിറ്റ് ചെയ്തു പോയില്ലെങ്കിൽ അവന്മാർ കൊല്ലും. ഞാനൊന്ന് ഇറങ്ങട്ടെ എന്നാ ശരി. മോൻ എങ്ങനെയാ പോകുന്നേ? ഞാനൊരു ടാക്സി പിടിച്ച് പോകാൻ പ്ലാൻ ചെയ്തേ. ഒന്നും വേണ്ട, ഞാൻ കൊണ്ടുവിട്ടോളാം. അല്ല അപ്പൊ ഇവരും അവര് ഓൾറെഡി എന്തൊക്കെയോ പ്ലാനിങ്ങിലിരിക്കുക. നമുക്ക് പോവാം. ആണോ? നല്ല വിശപ്പ്. ഡേജി നീ വല്ലതും കഴിച്ചാ? അയ്യോ ഞാൻ കഴിച്ചടാ. രാവിലെ കഴിച്ചതന്നെ ഇതുവരെ ദഹിച്ചിട്ടില്ല. എടാ പിന്നെ ആ തെണ്ടി അവിനാശന്റെ സർവ്വചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ ബേബി ചേച്ചിയോട് പറഞ്ഞു കൊടുത്തണം. ഏയ് അവിനാശല്ല, പിന്നെ ഞാൻ അറിഞ്ഞെടുത്തത്. എന്തിന്? ജസ്റ്റ് ഫൺ. ചുമ്മാ. ചേച്ചി എവിടെ? അവിടെ അടുക്കള കാണും. ചേച്ചി വേഗം ചോറോളം പോയി. എനിക്ക് വേഗം പോകണം. എന്താ നോക്കണത്? മഴ വരുന്നതിന് മുമ്പ് എനിക്ക് വേഗം പോകണമെന്ന്. ചേച്ചി ഇതെങ്ങടാ പോണത്? എടാ ചേച്ചി അങ്ങോട്ട് ഓടി പോയത്? എനിക്കിങ്ങനെ അറിയാം. ഞാൻ ചോറെടുത്ത് വെക്കാനേ പറഞ്ഞോളൂ. എന്തോ ഒരു ബുദ്ധി കേട്ടില്ല. ഞാൻ പോയി നോക്കട്ടെ. എന്താ സംഭവം? സാമോൻ പറഞ്ഞ് മഴ വരുന്നതിന് മുമ്പ് തുണി എടുത്ത് വെക്കാൻ. അങ്ങനെയല്ല ചേച്ചി, മഴ വരുന്നതിന് മുമ്പ് എനിക്ക് ഇറങ്ങണം. അതുകൊണ്ട് ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞാ. ചിരി നിർത്തറ ചേച്ചി. ആ തുണി ഇങ്ങടുത്തെ ഞാൻ മടക്കി വെച്ചോളാം. എടാ തുണി വേണം, ഞാൻ മടക്കി വെക്കാട്ടോ. എന്താണ് പ്രത്യേകിച്ച് ഒരു സ്നേഹം? ക്യാഷ് വല്ലതും വേണോ? അല്ല ഒരു 2000 റുപ്പീസ് ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എൻ്റെ അടുത്തൊന്നുമില്ല. എടാ അങ്ങനെ പറയില്ല, ഞാൻ വേറെ ആരോട് ചോദിക്കാനാണ്. ആരോടാണോ ചോദിച്ചോ? ഒരുപാട് പേരുണ്ടല്ലോ. എടാ എന്താണ്? എന്നാലേ 500 രൂപ തരാം. അപ്പോൾ ഇതും കൂടെ കൂട്ടി ആകെ 14,450 രൂപ. എടാ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ കണക്ക് വെക്കുന്നത്? വേണം മോനെ, കണക്ക് വെക്കണം. എല്ലാത്തിനും ഒരു കണക്ക് വെക്കണം. കൂട്ടുകാർക്കാണെങ്കിലേ പൈസ കൊടുക്കുമ്പോൾ ഒരു കണക്ക് വെക്കുന്നത് നല്ലതാ. അങ്ങനാണെങ്കിലേ അത് ഭാവിയിൽ ഗുണം ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അല്ലാതെ ഇവനെ പോലെ വാലാച്ചാല ലെക്കിലെക്കാനും ഇല്ലാതെ ജീവിച്ചിട്ട് ആർക്കാ ഒരു ഗുണം? മാറിക്കിടാർക്കാ. ഞാൻ ചോറെടുത്ത് വെക്കാം. മെല്ലെ പറഞ്ഞാൽ മതിയായിരുന്നു. എടാ എന്നെ പറ്റി എന്തെങ്കിലും 10 കുറ്റം പറഞ്ഞ ഇവരെ ശമ്പളം എല്ലാം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ രാവിലെ മുതൽ കൊടുക്കുന്നത് ഡീഗ്രേഡിംഗ് ആണ്. അതെ, അവരാരോടെങ്കിലും നിന്നെ കുറിച്ച് തിരക്കി കാണും. അതാ ചേച്ചി ചോറ് ചോറ്. അതെ, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ആഡ് ചെയ്യണേ. അത് വേണോ? എടാ ഇതിൽ ഞങ്ങൾ ബോയ്സ് മാത്രമേ ഉള്ളൂ. മെൻസ് ഹോസ്റ്റലായിരിക്കും ഏറെക്കുറെ. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അത് തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബോയ്സ് എല്ലാം കൂടി വേറൊരു ഗ്രൂപ്പ് തുടങ്ങി. അതെന്താ? അതിലെ കാര്യം ഭയങ്കര ഷോകോടാ. ആരും ഒന്നും മിണ്ടൂലോ അതിനകത്ത്. പിന്നെ വല്ല ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് 1-2 ഫോർവേഡ് മെസ്സേജ് വന്നാ എന്നാ പിന്നെ എന്നെ ആഡ് ചെയ്യണ്ട. അവിനാശേ അളിയാ. ഇടാ സുമേഷ്, അളിയ നീ ഇപ്പൊ നാട്ടിലെത്തി? 2 ദിവസമായിട്ടാ. ഇതെന്റെ വൈഫ് നിമിഷ. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി സ്കൂൾ ഫ്രണ്ട്സ് ആണ്. അറിയാം, ഗ്രൂപ്പിലെ ചാറ്റൊക്കെ ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്. അളിയാ ഇവള് കൂളാണ് അല്ലേ മോളെ? സുമേഷ് പണ്ടേ കൂളാണല്ലോ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ താരായിരുന്നു. അതെ, സുമേഷ് ഏട്ടൻ യൂത്ത് ഫെസ്റ്റിവല്ലോ. കോപ്പ നീ നിന്റെ ഗേൾ ഫ്രണ്ടിനോട് എല്ലാം പറഞ്ഞു കൊടുത്തൊക്കെയാണല്ലോ. എടാ
നിമിഷ ഇവനത് ആരാന്നുള്ളത് ഇതുവരെ പിടിയിട്ടിട്ടില്ല. ഇത് ദിവ്യ, ഞങ്ങളുടെ ഒപ്പം സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. ഓക്കെ. ആരാന്ന്? മനസ്സിലായില്ലേ? ദിവ്യ മോഹൻദാസ്. മനസ്സിലായില്ല സുമേഷ് കേട്ടിക്ക്? എടി കുട്ടിയാനെ നീയാ? അളിയ ആകെ ഒരു മാസത്തെ ലീവ് അറബി തന്നിട്ടുള്ളൂ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ വിമാനം കയറിയത്. അവള് കൊളാക്കോ? ഞാനിപ്പോ ഭയങ്കര ഡീസന്റാടാ. എടാ അവള് ഒന്നും പറയൂല. ഞാൻ തന്നെ യൂത്ത് ഫെസ്റ്റിലെ കാര്യമൊക്കെ മറന്നിരിക്കുന്നത്. അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ. അവളെനിക്ക് തീരെ വിശ്വാസമല്ല. നീ പണ്ട് കുട്ടിയാനെന്ന് വിളിച്ചതിന് അവള് പ്രിൻസിനോട് കംപ്ലൈന്റ് കൊടുത്തല്ലേ? എടാ ഞാനത് മറന്നിരിക്കണായിരുന്നു. എടി പുല്ലേ, ആളാകെ മാറിപ്പോയല്ലോ. കൊള്ളാം. ഊളെ എന്താണ്? സോറി അല്ലേ? എന്ത് സോറി? എന്ത് ചെയ്തിട്ടും ആ പല ഊളത്തരം അങ്ങോട്ട് പോകണല്ലേ? ഒരു മാറ്റമില്ല. ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ഹലോ, അതിനവൾ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല. ഒന്ന് പോടാപ്പാ. ഞാനും ചോറ് തന്നെ കൊണ്ടുവന്നേ. ഞാൻ വന്നപ്പോ തൊട്ട് ഇവിടെ നോക്കണതാണ്. എന്ത്? എടാ കാര്യമായിട്ട് ഞങ്ങൾ തമ്മിലൊന്നുമില്ല. സത്യം സത്യം. എന്നാ നീ ഒരു കാര്യം ചെയ്യും, അവളുടെ നമ്പർ കിടതാ. അതെന്തിനാണ്? ഒരു ഫ്രണ്ടിന് മറ്റൊരു ഫ്രണ്ടിന്റെ നമ്പർ വാങ്ങിച്ചു വിടുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. മോൻ ചെല്ലാൻ നോക്ക്. എടാ കള്ളക്കാമുക, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതല്ലേ. കല്യാണത്തിന് നിങ്ങൾ വിളിക്കണേ. എടാ ഞങ്ങൾ തമ്മിൽ അങ്ങനെ മതി മതി, നീ കിടന്ന് ഉരുളാണ്ട. എടാ പുല്ല്, അവള് വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ പറഞ്ഞ മനസ്സിലാവൂലേ. ഒന്ന് പോടാപ്പാ. ഇത് കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ. നീ വന്നാ കടാ. എന്താണ് കുറെ മാർജിനൊക്കെ ഉണ്ടല്ലോ, എന്ത് സംഭവം? ഇത് അടുത്തൊരാഴ്ചത്തേക്കുള്ള എൻ്റെ ഷെഡ്യൂളാണ്. എന്തിന്? എടാ ഇങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പടത്തിൻ്റെ വർക്ക് കൊടുക്കണം. ഏത് പടത്തിന്റെ? നമ്മുടെ പടത്തിൻ്റെ. അതുകൊണ്ട് എടാ അതുകൊണ്ട് അതിനുവേണ്ടി കാണാനുള്ള ആൾക്കാരുടെ ലിസ്റ്റും അവരെ കാണേണ്ട ഡേറ്റൊക്കെയാണിത്. ഈ ഷെഡ്യൂൾ പ്രകാരമായിരിക്കും നമ്മുടെ പ്രവർത്തനം. എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അവിനാശേ, ജീവിതം ഭയങ്കര നൈമിഷികമാണ്. ബാലിശമായ അലസത കൊണ്ട് തകർത്ത് കളയാനുള്ളതല്ല അത്. ഇതാരാണിത് പറയുന്നത്? അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയൊക്കെ ഉണ്ടല്ലേ? അല്ല എന്തായാലും വൈകിയാണെങ്കിൽ നിനക്ക് കുറച്ച് ബോധോദയൊക്കെ വന്നല്ലേ? ഗുഡ്. സാം എവിടെ? അവനാ ലുലു മോളിലെങ്ങനെ പോയി കാണും. പ്ലേ സ്റ്റേഷൻ മേടിക്കാനായിരിക്കും. അവിടെ ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അതായിരിക്കും. ബേബി ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം തരോ കുടിക്കാനായിട്ട്? ചൂടുള്ളല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. കണ്ട റെഡിയാണ്. സാമാണല്ലോ. എന്താടാ? ഞാൻ 2000 കൊടുക്കരുത്. ഞാനിപ്പോ അയച്ചുതരാം. എടാ ഞാൻ വല്ലപ്പോഴും കാശ് ചോദിച്ചത് എനിക്ക് വലിയൊരു അവൻ ചോദിച്ച കുഴപ്പമില്ല. എടാ അവനും നീ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്ത്? അവനും ദരിദ്രൻ, ഞാനും ദരിദ്രൻ. പക്ഷെ അവൻ മേടിച്ചാൽ തിരിച്ചു തരും. അവൻ മേടിച്ചാൽ തിരിച്ചെടുത്ത് പറഞ്ഞു. അതിപ്പോ പറഞ്ഞിരുന്നത് എന്താണ്? ഇങ്ങോട്ടോ. ഇതെന്താണ്? മോൻ കുളിക്കാൻ ചൂടുവെള്ളം ചോദിച്ചില്ലേ? വെള്ളം. വെള്ളം ഇതുവരെ ചൂടാറിയില്ലേ? ഞാൻ തണുപ്പിച്ച് തരണോ? വേണ്ട വേണ്ട, ഞാൻ ഊതി തണുപ്പിച്ചോളാം. ചേച്ചിക്ക് ലേറ്റ് ആയില്ലേ, പൊയ്ക്കോളൂ. എന്നാ ഞാൻ പോട്ടെ. അല്ല എടാ വൈകില്ലേ? ഞങ്ങൾ കൊണ്ടുവിടാൻ ചേച്ചി ബസ് സ്റ്റോപ്പിലേക്ക്. വേണ്ട, ഞാൻ പൊക്കോളാം. ആണോ? സാം വന്നില്ലേ? അവൻ വരാൻ വൈകും ചേച്ചി. അവൻ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കാൻ പോയേക്കുക. പ്ലേ സ്റ്റേഷൻ ചേച്ചി പോയിന്ന് വിചാരിച്ചു. എടേ പിന്നെ ചേച്ചിക്ക് പോണ്ടേ? ഞാൻ ചേച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ അവർക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. നിന്റെ പ്ലേ സ്റ്റേഷൻ ഒക്കെ നാളെ കാണിച്ചു കൊടുക്കാം. എന്തുവാ ചേച്ചി ഒന്ന് കണ്ണടച്ചേ. കണ്ണടക്കി. എന്തൊരു സമയ കാര്യം? സാറ്റ് കളിക്കാനായിരിക്കും. പോടാ ചേച്ചി ഒന്ന് കണ്ണടക്കി. ഇവൻ പറഞ്ഞു ചേച്ചിയുടെ ചേച്ചി
ചേച്ചി ഇനിയിപ്പോൾ ചോറെന്ന് പറയുമ്പോൾ ടെറസിലേക്ക് ഓടണ്ട. ഇപ്പോൾ കേൾക്കാവോ? കേക്കാം. മോനിത് വേറെന്തോ വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ അല്ലേടാ. അത് കുഴപ്പമില്ല, അതിനി വാങ്ങിക്കാമല്ലോ. എന്നാ ഞാൻ പോട്ടെ. ബേബി ചേച്ചി കേക്കാം മോനെ. എന്നാ ഞാൻ പോട്ടെ. നാളെ കാണാം. സത്യം പറടാ, ഇത് ചേച്ചി സോപ്പിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ? ഏയ് പോടാ. 70 രൂപയുടെ പുലാവ് കഴിക്കാൻ വേണ്ടി 7000 രൂപ ചെലവാക്കിയ സൈക്കോ സാൻ അല്ലേ? വാ, കൊണ്ടുവരാം.